Hello, good morning. So, today we are starting a new lesson or lesson 1 of our power system analysis, that is per unit quantities. Okay. അപ്പം ഇന്ന് PSAയുടെ ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അത് ഒത്തിരി യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫൈൻ പെർ യൂണിറ്റ് ക്വാണ്ടിറ്റി, എന്യൂമറേറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, ഡിഫൈൻ പെർ യൂണിറ്റ് ക്വാണ്ടിറ്റി, മെൻഷൻ ദ അഡ്വാൻറ്റേജസ്, പിന്നെ റൈറ്റ് ദ എക്സ്പ്രഷൻ for converting per unit impedance expressed on one base to another. പിന്നെ per unit impedance in three-phase power system, expression for per unit impedance in three-phase power system and state how it helps. പിന്നെ list the advantages of the per unit power system in power system analysis. പിന്നെ അതുകൂടാതെ വാട്ട് ഈസ് എ പെർ യൂണിറ്റ് സിസ്റ്റം, ഹൗ ആർ ദ ബേസിക് ക്വാണ്ടിറ്റീസ് റിക്വയർഡ്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ 6-7 വർഷത്തെ എടുത്തിട്ടുള്ളൂ. ബട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ് പെർ യൂണിറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ദോ ദിസ് ഇസ് ലെസൺ 1, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ അവർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന്. സോ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഡിഫൈൻ പെർ യൂണിറ്റ് ക്വാണ്ടിറ്റി. എന്താ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ് പെർ യൂണിറ്റ്. അതായത് നമ്മൾ മാർക്ക് കിട്ടില്ലേ, മാർക്ക്, പ്രൈസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? പേഴ്സൻറ്റേജിലല്ലേ പറയുന്നത്. 80% അല്ലെ 100% എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അത് ഫുള്ളുണ്ട് അല്ലെ റേറ്റഡ് വാല്യൂ ആണെന്ന് മനസ്സിലാവും ഇല്ലേ. ഇത് പെർസെൻറ്റേജ് തന്നെയാണ് പെർ യൂണിറ്റ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇതിനകത്ത് മാക്സിമം വാല്യൂ, പെർസെൻറ്റേജ് മാക്സിമം വാല്യൂ എത്രയില്ല? ഡിവൈഡഡ് ബൈ 100 റേറ്റിങ്ങിലല്ലേ വരുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഒരു ബേസ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. മറ്റത് മാക്സിമം വാല്യൂ വെച്ചിട്ടല്ലേ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്, കിട്ടിയ വാല്യൂ ബൈ മാക്സിമം വാല്യൂ. പക്ഷെ പെർ യൂണിറ്റ് ക്വാണ്ടിറ്റിക്കകത്ത് നമുക്ക് മാക്സിമം വാല്യൂ എന്നല്ല എടുക്കുന്നത്, ബേസ് വാല്യൂ, റേറ്റഡ് വാല്യൂ ആയിട്ടാണ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്ലൈഡ്. What is a per unit quantity? A per unit quantity is defined as the ratio of the actual quantity to the base value of the same quantity. Okay, per unit value എന്ന് പറഞ്ഞാൽ it is defined as the ratio of actual value to the ബേസ് വാല്യൂ ഓഫ് ദ സെയിം ക്വാണ്ടിറ്റി. ഇത് ഓർത്തോണേ, സെയിം ക്വാണ്ടിറ്റി. വോൾട്ടേജിനാണെങ്കിൽ ആക്ച്വൽ വോൾട്ടേജ് ബൈ പെർ യൂണിറ്റ് ബേസ് വോൾട്ടേജ് കേട്ടോ. 2 വോൾട്ടേജുകൾ തമ്മിലുള്ള റേഷ്യോ അല്ലെ 2 കറണ്ടുകൾ തമ്മിലുള്ള, അങ്ങനെ ഒരേ ക്വാണ്ടിറ്റി അല്ലെ ഒരേ ഡയമെൻഷനുള്ള കാര്യങ്ങൾ തമ്മിലുള്ള റേഷ്യോയ്ക്കാണ് നമ്മൾ പെർ യൂണിറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? പെർ യൂണിറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ ഓർത്തോണം ഓഫ് ദ സെയിം ക്വാണ്ടിറ്റി. അപ്പോൾ പെർസെൻറ്റേജിൽ എഴുതുന്ന പോലെ തന്നെയാണ്. അപ്പോൾ പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പെർ യൂണിറ്റ് ഇൻറ്റു 100 ചെയ്താൽ മതി. പെർസെൻറ്റേജിൽ നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പം ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ബേസ് വാല്യൂ അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ബേസ് വാല്യൂ സെലക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നെക്സ്റ്റ്. സോ ബേസ് വാല്യൂസ് ആർ സെലക്റ്റഡ് ആർബിട്രറിലി. നമ്മൾ ഒരു ഇതിന് കണക്കിന് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മെഷീൻ എടുക്കുക. ആ മെഷീൻ്റെ ബേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യിക്കേണ്ട റേറ്റഡ് വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുക? ബേസ് വോൾട്ടേജ് എന്ന് പറയുക. ഓക്കെ, അപ്പം അതേ മെഷീൻ്റെ, അതേ മോട്ടറിൻ്റെ ബേസ് കറണ്ട് എന്ന് പറഞ്ഞാലോ, ആ മെഷീൻ്റെ നെയിം പ്ലേറ്റിൽ അതിൻ്റെ റേറ്റഡ് കറണ്ട് റേറ്റിങ്സ് കാണും. അപ്പം ആ റേറ്റിങ്ങിൽ ചെയ്താൽ മതി. അതാണ് അതിൻ്റെ കറണ്ട് റേറ്റിംഗ്, ബേസ് കറണ്ട്. ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ഇപ്പം കറണ്ട് ബൈ വോൾട്ടേജ് ബൈ, നെക്സ്റ്റ് എന്താ? വോൾട്ടേജ് ബൈ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ്. അപ്പം ബേസ് ഇമ്പിഡൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബേസ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ബേസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ബേസ് കറണ്ട് ചെയ്താൽ മതി. വി വിൽ ഗെറ്റ് ദ ബേസ് ഇമ്പിഡൻസ്. കണ്ടോ, ബേസ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ബേസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ബേസ് കറണ്ട്. ഇനി എന്താ അടുത്ത പാരാമീറ്റർ? പവർ കണ്ടുപിടിക്കണം, ബേസ് പവർ. വളരെ എളുപ്പമാണ്. എന്താ പവർ എന്ന് പറഞ്ഞാൽ V ഇൻറ്റു I അല്ലേ. സോ ബേസ് പവർ ഇസ് ഈക്വൽ ടു ബേസ് വോൾട്ടേജ് ഇൻറ്റു ബേസ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ വാല്യൂസ് സെലക്ട് ചെയ്യുക. യൂഷ്വലി എന്താ റേറ്റഡ് വാല്യൂസ് അല്ലെ നെയിം പ്ലേറ്റിലുള്ള വാല്യൂസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക?
ബേസ് വാല്യൂസ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഇനി ഇപ്പം ഒരു മെഷീനല്ല, നമുക്കൊരു പാർട്ട് ഓഫ് പവർ സിസ്റ്റം തരുന്നതെന്ന് വെച്ചാൽ ഒരു വീടിൻ്റെയോ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. ജനറേറ്റിംഗ് സ്റ്റേഷനും അതിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റവും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ തരും. ഒരു ബേസ് ലൈൻ തരുവാണെങ്കിൽ എങ്ങനെ നമ്മൾ ബേസ് വാല്യൂ സെലക്ട് ചെയ്യും? ഒരു പാർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞ ഉടനെ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ബേസ് പവറാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വീടിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ വീടൊരു പാർട്ട് ഓഫ് പവർ സിസ്റ്റം അല്ലേ. അപ്പോൾ വീടിൻ്റെ കേസ് എടുക്കുമ്പം എങ്ങനെയാണ് നമ്മൾ സപ്ലൈ സെലക്ട് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലുള്ള എല്ലാ എക്യുപ്മെൻറ്റിൻ്റെയും വാട്ടേജ് കൂട്ടിയിട്ട് ആ വാട്ടേജ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ബേസ് പവർ സെലക്ട് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ബേസ് പവർ സെലക്ട് ചെയ്യും. സെലക്ഷൻ ഓഫ് ദ വാല്യൂ ഓഫ് ദ ബേസ് പവർ. അതിന് ശേഷം എന്ത് ചെയ്യും? നെക്സ്റ്റ് നമ്മൾ ബേസ് വോൾട്ടേജ്. ഇപ്പോൾ വീട്ടിലെ ആണെങ്കിൽ നമ്മൾ നോക്കും ബേസ് പവർ 2000 വാട്ടിന് മേളിൽ പോവുകയാണെങ്കിൽ നമ്മൾ 3 ഫേസ് എടുക്കണം. അപ്പോൾ 400 വോൾട്ട് ആയിരിക്കും ബേസ് വോൾട്ടേജ്. ഇല്ല 2000 വാട്ടിന് താഴെയാണെങ്കിൽ എന്നാ 1800 ഒക്കെ വാട്ടേ ഉള്ളെങ്കിൽ നമ്മൾ സിംഗിൾ ഫേസ് മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 230 വോൾട്ട് ബേസ് വോൾട്ടേജ് ആയിട്ട് സെലക്ട് ചെയ്യും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ബേസ് പവർ സെലക്ട് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് ബേസ് വോൾട്ടേജ്. ഈ പവറും വോൾട്ടേജും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കില്ലേ, ഇമ്പിഡൻസ് കണ്ടുപിടിക്കില്ലേ. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ വാല്യൂസിനെയും അല്ലെ ബാക്കി എല്ലാ പാരാമീറ്റേഴ്സിനെയും നമ്മൾ ബേസ് വാല്യൂസിൽ അല്ല പെർ യൂണിറ്റ് വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം മനസ്സിലായല്ലോ, ഒരു മെഷീൻ്റെ റേറ്റഡ് വാല്യൂസ് ആയിരിക്കും ബേസ് വാല്യൂസ്. ഇനി ഒരു പവർ സിസ്റ്റം കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ബേസ് പവർ ആദ്യം സെലക്ട് ചെയ്യും, പിന്നെ ബേസ് വോൾട്ടേജ് സെലക്ട് ചെയ്യും, പിന്നെയാണ് അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ. കറണ്ടൊക്കെ കണ്ടുപിടിക്കണേ ആ മെഷീൻ്റെ കണ്ടുപിടിക്കും. ഇല്ല ഇനി ബാക്കി അടുത്തുള്ള ട്രാൻസ്ഫോമർ ജനറേറ്ററിൻ്റെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ അങ്ങനെ പോവും. അപ്പം നമ്മൾ യൂഷ്വലി എപ്പോഴും ഇല്ലേ, നമുക്കിപ്പോൾ ഒരു ബേസ് വോൾട്ടേജ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ജനറേറ്ററിൻ്റെ വോൾട്ടേജ് ബേസ് വോൾട്ടേജ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ജനറേറ്ററിൻ്റെ വോൾട്ടേജ് ബേസ് വോൾട്ടേജ് ആക്കി വെച്ചിട്ട് അങ്ങനെ ആ ഒരു സൈഡിൽ നിന്ന് ജനറേറ്റർ കഴിയുമ്പോൾ ട്രാൻസ്ഫോമർ കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ട്രാൻസ്മിഷൻ ലൈന്, പിന്നെ അടുത്ത ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷൻ അടുത്ത എങ്ങോട്ടാണോ അങ്ങോട്ട് കൊടുക്കും. ഒന്നിലെ സ്വിച്ചിങ് ട്രാൻസ്മിഷൻ സ്റ്റേഷൻ ആയിരിക്കും, ഇല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഒരു ലൈനായിട്ട്, അതായത് ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. പ്രോബ്ലം കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് പെറുക്കി ചെയ്യാൻ നിൽക്കില്ല, ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകും. നമ്മൾ ആ സിംഗിൾ ലൈൻ ഡയഗ്രം, അതായത് നമുക്ക് തന്നേക്കുന്ന ഡയഗ്രത്തിൻ്റെ അതേ ഫോമിൽ പോവുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണേ, വാട്ട് ഈസ് എ പെർ യൂണിറ്റ് സിസ്റ്റം? പെർ യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ ക്വാണ്ടിറ്റീസിലും പെർ യൂണിറ്റിൽ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് പർട്ടിക്കുലർ പവർ സിസ്റ്റം ആസ് എ പെർ യൂണിറ്റ് സിസ്റ്റം. ഓക്കെ, എപ്പോഴും നമ്മുടെ പവർ സിസ്റ്റം പെർ യൂണിറ്റ് സിസ്റ്റത്തിലേ നമ്മൾ പറയത്തുള്ളൂ. അതിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. അപ്പം പെർ യൂണിറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ഇൻ എ പെർ യൂണിറ്റ് സിസ്റ്റം all the system quantities are expressed as a function of a defined base unit quantity. Okay, or all the system quantities are expressed in per unit values, then we call that system as a per unit system. Okay, അപ്പോൾ ഏതൊക്കെയാ വാല്യൂസ് അല്ലേ? വാട്ട് ആർ ദ പാരാമീറ്റേഴ്സ് വി യൂഷ്വലി റെപ്രസെൻറ്റ് ഇൻ പെർ യൂണിറ്റ്? എന്തൊക്കെയാ കോമൺ പാരാമീറ്റേഴ്സ്? വോൾട്ടേജ്, കറണ്ട്, ഇമ്പിഡൻസ്, പവർ, ഇതൊക്കെയല്ലേ? നോക്കിക്കേ. സോ ഇൻ യൂഷ്വൽ പവർ സിസ്റ്റം വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് അനലൈസിങ്, അതായത് ആ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് പറയാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? പെർ യൂണിറ്റിൽ പറയുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏതൊക്കെ വാല്യൂ ആയിരിക്കും? വോൾട്ടേജ്, കറണ്ട്, ഇമ്പിഡൻസ്, പവർ, ഇതൊക്കെയായിരിക്കും നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാല്യൂസ് മെയിനായിട്ടും. പിന്നെ അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ വോൾട്ടേജിൻ്റെ വാല്യൂ 1 പെർ യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ റേറ്റഡ് വോൾട്ടേജ് ആണ് സിസ്റ്റത്തിൽ. ഇപ്പോൾ അത് 0.6 പെർ യൂണിറ്റേ ഉള്ളല്ലോ, അയ്യോ 60% ഉള്ളൂ, വോൾട്ടേജ് ഒത്തിരി താഴെയാണ്, 0.6 നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യില്ലല്ലോ അല്ലേ? നമുക്ക് അറിയാമല്ലോ, വാല്യൂസിൻ്റെ ഡീവിയേഷൻ അറിയാമല്ലോ, 5% ഒക്കെ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെ തന്നെ നമ്മുടെ വീട്ടിൽ നോക്കിയാൽ അറിയാമല്ലോ, വീട്ടിൽ സപ്ലൈ ബ്ലിങ്ക് ചെയ്യുമ്പോൾ, അതായത് വരികയും പോവുകയും ചെയ്യുമ്പോൾ എനർജി മീറ്ററിൻ്റെ അടുത്ത് നിന്ന് നോക്കിക്കോ. 230 വോൾട്ട് വീടാണെങ്കിൽ 230 വോൾട്ട്, 215
200 ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ സപ്ലൈ സ്വിച്ച് ഓഫ് ആയിരിക്കും. പിന്നെ അതിന് ശേഷമാണ് എന്ത് വരിക, പിന്നെ സപ്ലൈ വന്നു കഴിയുമ്പോൾ ഹൈ വോൾട്ടേജ് ആയിരിക്കും. അതുപോലെ തന്നെ 240 മേളിൽ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ആകുന്ന കാണാം. അതങ്ങനെ നമ്മൾ ആ 5% റേറ്റിങ്ങിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ടും നമുക്കിപ്പം 1 per unit വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം എന്താ, ഓക്കെ അത് റേറ്റഡ് വാല്യൂ ആണ്. അല്ലെ 1.05 എന്ന് പറഞ്ഞാലോ, ഈ ഓവർ വോൾട്ടേജാണ്, 5% എക്സ്ട്രാ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ പെർ യൂണിറ്റ് സിസ്റ്റം ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ പെർ യൂണിറ്റ് സിസ്റ്റത്തിൽ ഡിഫൈൻ ചെയ്യുന്നത്? ഒരു സിംഗിൾ ഫേസ് സർക്യൂട്ടാണ്, അല്ലെ ഏതാണേലും പെർ യൂണിറ്റ് വി പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, KVയിൽ എന്താ പറയുന്നത്, എല്ലാം നമ്മുടെ പവർ സിസ്റ്റം KVയിലാണ് അല്ലേ, കിലോ വോൾട്ടിലാണ് പവർ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയണത്. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന 11 kV, പിന്നെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും 110-ലോട്ടോ 220-ലോട്ടോ 400-ലോട്ടോ അതിന് മുകളിലേക്കോ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അപ്പോൾ KVയിൽ പറയണതുകൊണ്ട് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നതും SI യൂണിറ്റ് വോൾട്ട് ആണെങ്കിലും നമ്മൾ PSIക്കകത്ത് യൂസ് ചെയ്യുന്ന മെയിനായിട്ടും KVയിലായിരിക്കും. ഓക്കെ, അപ്പോൾ പെർ യൂണിറ്റ് KV, അതായത് കിലോ വോൾട്ട് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അല്ലെ വോൾട്ടേജ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ബേസ് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ, കണ്ടോ, രണ്ടും KVയിലാണ് കേട്ടോ. എപ്പോഴും അത് ശ്രദ്ധിച്ചോണം. ഒന്നിലെ എല്ലാം SI യൂണിറ്റിലായിരിക്കണം, അല്ലെങ്കിൽ കിലോയിലാണ് എല്ലാം കിലോയിലായിരിക്കണം. മെഗായിൽ പറയുകയാണെങ്കിൽ എല്ലാം മെഗായിൽ വരണം. ഓക്കെ, അപ്പോൾ തെറ്റാതിരിക്കാൻ എപ്പോഴും SI യൂണിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ചുമ്മാ KVയിലും MVAയിലും പവർ പറയുന്നത് MVAയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്താൽ മതി. സോ ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ബേസ് വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യാണ് പവറിൻ്റെത്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൻ്റെ KV വാല്യൂ, അപ്പോൾ KV ബേസ് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. അതാണ് ആക്ച്വൽ KV ബൈ ബേസ് KV എന്ന് ഞാൻ പറഞ്ഞത്. KV ആക്ച്വൽ ഡിവൈഡഡ് ബൈ KVB എന്ന് ഇക്വേഷനിൽ എഴുതും. ഇപ്പോൾ പവർ കഴിഞ്ഞു, വോൾട്ടേജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നാ ആവേണ്ടത്, കറണ്ടാണ് അല്ലേ. അപ്പോൾ കറണ്ട് എന്നാ, പവറും വോൾട്ടേജും കൊണ്ട് കറണ്ട് കണ്ടുപിടിക്കത്തില്ലേ, പവർ ബൈ വോൾട്ടേജ് ചെയ്താൽ പോരെ. കണ്ടോ, ബേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ ബേസ് KVA ഡിവൈഡഡ് ബൈ ബേസ് KV. അപ്പോൾ നമുക്ക് കറണ്ട് കിട്ടും, ഈ KVAയും KVയും. ഓക്കെ, അപ്പം അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഇത് ഡയറക്റ്റ് എഴുതുമ്പോൾ സഫിക്സ് ആയിട്ട് B എഴുതിയാൽ മതി. ചില ടെക്സ്റ്റിൽ ഈ B ക്യാപിറ്റൽ ലെറ്റർ, ചിലതിൽ സ്മോൾ ലെറ്റർ, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫോളോ ചെയ്തോ. ഇനി ഇതിപ്പോൾ ബേസ് കറണ്ട് നമുക്ക് കിട്ടിയെങ്കിൽ പെർ യൂണിറ്റ് കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ആക്ച്വൽ കറണ്ട് ഡിവൈഡഡ് ബൈ ബേസ് കറണ്ട് ചെയ്താൽ മതി. ഓക്കെ, ആക്ച്വൽ വാല്യൂ ഓഫ് കറണ്ട് ഡിവൈഡഡ് ബൈ ബേസ് കറണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ബേസ് കറണ്ടിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും, ഞാനിവിടെ ബേസ് കറണ്ട് ഇത് താഴത്തേക്ക് കൊണ്ടുപോയി ബേസ് കറണ്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ബേസ് കറണ്ടിൻ്റെ വാല്യൂ എന്താ, ഇക്വേഷൻ 1 ആണല്ലേ, അതായത് KVAB ഡിവൈഡഡ് ബൈ KVB. അതിനെ ഞാനിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും, ഇത് കണ്ടോ, ആ താഴെ കൊണ്ടുപോയി ബേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ KVAB ഡിവൈഡഡ് ബൈ KVB ആൻഡ് ഐ ഗോട്ട് ഇറ്റ് ആസ് ഈ KVB മേളിലേക്ക് പോയില്ലേ. അപ്പോൾ ആക്ച്വൽ വാല്യൂ ഓഫ് കറണ്ട് ഇൻറ്റു KVB ഡിവൈഡഡ് ബൈ KVAB. ഓക്കെ, അപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും KVBയിലല്ല പറയേണ്ടത്, MVAയിലാണ്. അപ്പോൾ എന്താ വരിക, ഒരു 1000ൻ്റെ ഇക്വേഷനകത്തൊരു 1000 കൂടെ കയറി വരുമെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇനി നമുക്ക് ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്, ബേസ് പവർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, പിന്നെ KVB നമ്മൾ സെലക്ട് ചെയ്തു, അത് വെച്ച് നമ്മൾ ബേസ് കറണ്ടിൻ്റെ ഇക്വേഷൻ പഠിച്ചു. ബേസ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ ഓഫ് കറണ്ട് ഇൻറ്റു KVB ഡിവൈഡഡ് ബൈ KVAB. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ, ഇനി നമുക്ക് പവറായി, വോൾട്ടേജായി, കറണ്ടായി. ഇനി ഇമ്പിഡൻസ് ആണ് എന്താ, ബേസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ബേസ് കറണ്ട് ചെയ്താൽ പോരെ. ബേസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ബേസ് കറണ്ട്. നോക്കിക്കേ, ഇവിടെ ബേസ് വോൾട്ടേജ് കിലോ വോൾട്ടിലല്ലേ പറഞ്ഞേക്കുന്നത്, അപ്പോൾ വോൾട്ടിലാക്കാൻ വേണ്ടി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ബേസ് കറണ്ട്. ഇതാ പറഞ്ഞ യൂണിറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ബേസ് KV ഡിവൈഡഡ് ബൈ ബേസ് കറണ്ട്. ഒന്നില്ലേ ഇത് കിലോ വോൾട്ട് ആണ്, ഇത് കിലോ ആംപിയർ ആണ്, ഓമി വരും. ഇല്ലെങ്കിൽ ബേസ് KV ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ബേസ് കറണ്ട്. അപ്പോൾ നമുക്ക് ബേസ് ഇമ്പിഡൻസ് കിട്ടും. ഇനി ഇവിടെയും നമുക്ക് എന്നാ ചെയ്യാം, ആ ബേസ് കറണ്ടിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തെ, അതായത് KVAB ഡിവൈഡഡ് ബൈ KV എന്ന് പറഞ്ഞ ഇക്വേഷൻ, അത് നമ്മൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
ഈ ഇക്വേഷൻ KVAB ഡിവൈഡഡ് ബൈ KVB എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ താഴെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും, ഈ താഴത്തത് മേളിൽ പോകും. അതായത് KVB സ്ക്വയർ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ KVAB. അല്ലെ നമ്മൾ എപ്പോഴും പവർ സിസ്റ്റത്തിൽ ഈ ബേസ് പവർ KVAB എന്ന് തന്നിട്ടില്ല, ഇത് എപ്പോഴും MVAയിലാണ് തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്താവും, KVB സ്ക്വയർ ഡിവൈഡഡ് ബൈ MVAB. ശ്രദ്ധിക്കണേ, ബേസ് ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതണ്ടേ, KVB സ്ക്വയർ ഡിവൈഡഡ് ബൈ MVAB കേട്ടോ. KVB സ്ക്വയർ ഡിവൈഡഡ് ബൈ MVAB വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. അങ്ങനെയാണ് നമ്മൾ എന്തിനാണ് ഈ ബേസ് ഇംപെഡൻസ് കണ്ടുപിടിച്ചത്, നമുക്ക് പെർ യൂണിറ്റ് ഇംപെഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ. സോ പെർ യൂണിറ്റ് ഇംപെഡൻസ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ ഇംപെഡൻസ് ഡിവൈഡഡ് ബൈ ബേസ് ഇംപെഡൻസ്. ഓക്കെ, ആക്ച്വൽ ഇംപെഡൻസ് ഡിവൈഡഡ് ബൈ ബേസ് ഇംപെഡൻസ്. ഈ ബേസ് ഇംപെഡൻസിന് നമുക്ക് ഈ ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തില്ലേ. ഈ ഇക്വേഷൻ ഇവിടെ താഴെ കൊണ്ട് കൊടുക്കുമ്പോൾ എന്താ, KVB സ്ക്വയർ ഡിവൈഡഡ് ബൈ MVAB അല്ലേ. ആ ഡിവൈഡഡ് ബൈ MVAB എങ്ങോട്ട് പോകും, മേളിലേക്ക് പോകും. അപ്പം നമുക്ക് ആക്ച്വൽ Z പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വൽ ഇംപെഡൻസ് ഇൻറ്റു MVAB ഡിവൈഡഡ് ബൈ KVB സ്ക്വയർ. ആക്ച്വൽ ഇംപെഡൻസ് ഇൻറ്റു MVAB ഡിവൈഡഡ് ബൈ KVB സ്ക്വയർ. ഈ KV ബൈ 1000 എന്ന് പറഞ്ഞാൽ MVAB അല്ലേ. സോ Z per unit is equal to actual impedance into MVAB divided by KVB square. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാ പ്രോബ്ലത്തിനകത്തും Z per unit കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചേ നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇംപിഡൻസ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിംഗിൾ ഫേസ് സർക്യൂട്ടിലെ പവർ, വോൾട്ടേജ്, കറണ്ട്, ഇംപിഡൻസ് മെയിനായിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ പഠിച്ചു. ഇനി എനിക്ക് പറയാനുള്ള ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ Z പെർ യൂണിറ്റ് എന്ന് പറഞ്ഞില്ലേ, Z പെർ യൂണിറ്റിന് നമ്മൾ ബേസ് ഇംപിഡൻസ് ആണ് വെച്ചേക്കുന്നത്. Z പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഇംപിഡൻസ് ഡിവൈഡഡ് ബൈ ബേസ് ഇംപിഡൻസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ ഈ Z എന്ന് പറഞ്ഞാൽ എന്താ, R+jX എന്നല്ലേ. അപ്പോൾ നമ്മളോട് R പെർ യൂണിറ്റ് ചോദിക്കുവാണെങ്കിൽ എങ്ങനെയാണ് എഴുതണ്ടേ, R ആക്ച്വൽ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ Z ബേസ് തന്നെയാണ് കേട്ടോ, അതിനകത്ത് വ്യത്യാസമില്ല. ഓക്കെ, അത് എന്താ ഒന്നുകൂടെ പറയട്ടെ, അയ്യോ സ്ലൈഡ് ഉണ്ടാക്കാൻ മറന്നുപോയി, അതൊന്നുകൂടെ ഓർത്തോണം. ഇപ്പം Z എന്ന് പറഞ്ഞാൽ R+jX എന്നുള്ള ഫോമിലല്ലേ. അപ്പം Z പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ R പെർ യൂണിറ്റ് പ്ലസ് JX പെർ യൂണിറ്റ് എന്നാണ്. അപ്പം ബൈ ZB അല്ലേ. അപ്പം R പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, R പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ വാല്യൂ ഓഫ് R ആക്ച്വൽ ഡിവൈഡഡ് ബൈ Z ബേസ് തന്നെയാണ് വരുന്നത് കേട്ടോ, അല്ലാതെ R ബേസ് അല്ല. തെറ്റിപ്പോവല്ലേ. പവറും ഇംപിഡൻസിൻ്റെയും കാര്യം ഇങ്ങനെയാണ്. അപ്പം ഒന്നുകൂടെ പറയാണ്, Z പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഇംപിഡൻസ് ഇല്ലേ, ഈ ആക്ച്വൽ ഇംപിഡൻസിനെ എനിക്ക് R+jX എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ R+jX ഡിവൈഡഡ് ബൈ എന്താ, ZB എന്നാണ് കേട്ടോ. R+jX ഡിവൈഡഡ് ബൈ ZB എന്നാണ് എൻ്റെ ഇക്വേഷൻ വരുന്നത്. R+jX ഡിവൈഡഡ് ബൈ ZB എന്നാണ് എൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്നാ നമ്മൾ ചെയ്യേണ്ടത്, അപ്പം ഈ Z പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ R പെർ യൂണിറ്റ് പ്ലസ് JX പെർ യൂണിറ്റ് എന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ, ഇവിടുത്തെ R പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ടേം അല്ലേ, ഇവിടെ എന്താ R ആക്ച്വൽ ഡിവൈഡഡ് ബൈ ബേസ് ഇംപിഡൻസ് ZB. ഓക്കെ, അപ്പം R പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ R ആക്ച്വൽ ഡിവൈഡഡ് ബൈ ബേസ് ഇംപിഡൻസ്. അതുപോലെ തന്നെ X പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ X ആക്ച്വൽ ഡിവൈഡഡ് ബൈ ബേസ് ഇംപിഡൻസ്, അല്ലാതെ R ആക്ച്വൽ ബൈ R ബേസ് എന്നൊന്നും അല്ല കേട്ടോ. R ആക്ച്വൽ ഡിവൈഡഡ് ബൈ ബേസ് ഇംപിഡൻസും X ആക്ച്വൽ ഡിവൈഡഡ് ബൈ ബേസ് ഇംപിഡൻസുമാണ്. R പെർ യൂണിറ്റും X പെർ യൂണിറ്റും. സിമിലർലി ഉണ്ടല്ലോ, ആദ്യം പവറിൻ്റെ കേസ് പറഞ്ഞില്ലേ. അപ്പം പവർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എല്ലാം MVAയിലും KVAയിലും ഒക്കെ അല്ല പറയണേ. അപ്പം അതിന് ഇപ്പം നമ്മൾ അവിടെയും നമുക്ക് എന്താ, S എന്ന് പറഞ്ഞാൽ P+jQ എന്നാണ്. അതായത് S പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് പെർ യൂണിറ്റ് പവർ ആണെങ്കിൽ അതായത് P പെർ യൂണിറ്റ് പ്ലസ് Q പെർ യൂണിറ്റ് എന്നാണ്. അപ്പം ഈ P പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ P ആക്ച്വൽ ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ എന്താ, MVA ബേസാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ, Q പെർ യൂണിറ്റ് റിയാക്റ്റീവ് പവർ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, Q ആക്ച്വൽ ഡിവൈഡഡ് ബൈ MVA ബേസ് ആണ്. അത് ഞാൻ സ്ലൈഡ് ഉണ്ടാക്കാൻ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി, അത് ഓർത്തോണം കേട്ടോ. പിന്നെ എന്താ,
ഇപ്പം നമ്മൾ സിംഗിൾ ഫേസിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഇക്വേഷൻസും ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ഇത്രയും മതി നമുക്ക് സിംഗിൾ ഫേസ് സർക്യൂട്ടിലെ പ്രോബ്ലം ചെയ്യാൻ. ഇനി 3 ഫേസിലേക്ക് ആകുവാണെങ്കിൽ എന്താ, 3 ഫേസിലേക്ക് വരുവാണെങ്കിൽ എന്താ, എസ് ഇസ് ഈക്വൽ ടു നമ്മുടെ വി ഇൻറ്റു ഐക്ക് വരും എന്താ, ഒരു √3 കൂടെ കയറി വരും അല്ലേ. √3 ഇൻറ്റു വി എൽ ഇൻറ്റു ഐ എൽ വരും അല്ലേ. 3 ഇൻറ്റു വി ഫേസ് ഇൻറ്റു ഐ ഫേസ് ആണ് അല്ലേ. 3 ഫേസ് വരുമ്പോൾ എങ്ങനെയാണ്, 3 ഇൻറ്റു സിംഗിൾ ഫേസ് പവർ, സിംഗിൾ ഫേസ് എന്താ, വി ഫേസ് ഇൻറ്റു ഐ ഫേസ് അല്ലെ. ലൈൻ വാല്യൂസിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ √3 വി എൽ ഐ എൽ എന്നാണ്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്കിപ്പം ബേസ് പവർ ആണെങ്കിൽ ബേസ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഐ ബേസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ, വി എ ബേസ് ഡിവൈഡഡ് ബൈ √3 വി, അതായത് എന്താ എസ് ഡിവൈഡഡ് ബൈ √3 വി എൽ. അതുപോലെ തന്നെ ഇസഡ് ബേസ് കണ്ടുപിടിക്കണേ എന്താ, വി ബേസ് ഡിവൈഡഡ് ബൈ √3 ബേസ് കറണ്ട്, അല്ലെങ്കിൽ വി എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ വി എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ വി, അല്ലെങ്കിൽ കെ വി ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എം വി എ ബി. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ 3 ഫേസിൻ്റെ അത്രയും കൂടെ ഓർത്താൽ മതി. എന്താ എസ് ബി ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു വി എൽ ഇൻറ്റു ഐ എൽ. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചല്ലേ, എളുപ്പമുള്ള കാര്യമല്ലേ. ഇനി നെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ്? വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് പെർ യൂണിറ്റ് സിസ്റ്റം. ഇതെല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. അതായത് 19 ചോദിച്ചു, 17 എക്സാംസിന് ചോദിച്ചു, 16 15 പിന്നെ പുറകോട്ട് നോക്കിയാൽ എല്ലാ ക്വസ്റ്റ്യനകത്തും ഡിഫൈൻ പെർ യൂണിറ്റ് ക്വാണ്ടിറ്റി എന്ന് ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് പെർ യൂണിറ്റ് സിസ്റ്റം എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലേ തന്നെയും 4 മാർക്കിനൊക്കെ ലിസ്റ്റ് ദ മെറിറ്റ്സ് ഓഫ് പെർ യൂണിറ്റ് സിസ്റ്റം, അല്ലെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് പെർ യൂണിറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡീമെറിറ്റ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും അതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാൽക്കുലേഷൻ്റെ സമയത്ത് ചിലപ്പോഴൊന്നും മനസ്സിലാവില്ല. കാര്യങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാകാനൊരു പാടുണ്ട്. അതാണ് ഡീമെറിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിന് കൂടുതൽ അഡ്വാൻറ്റേജസാണ്. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് പെർ യൂണിറ്റ് സിസ്റ്റം? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് ഗീവ്സ് ദ വാല്യുബിൾ റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഇൻഫർമേഷൻ. അതായത് ഇപ്പം ഞാൻ പറയാണ് 300 വോൾട്ട് എന്ന് പറയുന്നുണ്ട്. ഈ 300 വോൾട്ട് 230 വോൾട്ട് സിസ്റ്റത്തിലാണോ വരുന്നത്, 400 വോൾട്ട് സിസ്റ്റത്തിലാണോ, ഇനി വല്ല 11 kVയിലും 300 വരുന്നുള്ളൂ, ആ ഒരു ഡൗട്ട് നമുക്കുണ്ടാകും. പക്ഷെ പെർ യൂണിറ്റിൽ പറയുക 0.9 പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 90% നമുക്കപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, 10% കൂടെ വേണം റേറ്റഡ്. അതായത് ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ഇറ്റ് ഗീവ്സ് ദ റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഇൻഫോർമേഷൻ. അങ്ങനെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ സിംപ്ലിഫൈ ആവുക. ഇല്ലേ പിന്നെ റേറ്റഡ് വാല്യൂ വെച്ചിട്ടൊക്കെ ചെയ്യണ്ടേ. എന്ത് ചെയ്താലും റേറ്റഡ് വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ നമുക്ക് ആ ഒരു ഫ്രാക്ഷനിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് ഇത് വെച്ച് നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യുമ്പം അവർ കാൽക്കുലേഷൻസ് ആർ ഗ്രേറ്റ്ലി സിംപ്ലിഫൈഡ്. സോ സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, കാൽക്കുലേഷൻസ് ആർ ഗ്രേറ്റ്ലി സിംപ്ലിഫൈഡ്. അപ്പോൾ ഇതുകൊണ്ട് ഒരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ. ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇടയിലുള്ള പാർട്ടീഷൻ അതുപോലുള്ള കാര്യങ്ങൾ മാറുന്നുണ്ട്. അങ്ങനെയും കാൽക്കുലേഷൻ സിംപ്ലിഫൈ ആവുന്നുണ്ട്. ഇത് കൂടാതെ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന്. ആ വാല്യൂവിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് എന്താ, എററൊക്കെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. സോ ഹൗ ആർ ദ കാൽക്കുലേഷൻ സിംപ്ലിഫൈഡ്? ബിക്കോസ് ഇറ്റ് എലിമിനേറ്റ്സ് ദ പാർട്ടീഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രം ദ ട്രാൻസ്ഫോമർ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വെരി ഈസി ടു സ്പോട്ട് ദ എറേനിയസ് വാല്യൂസ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്താ, ഇപ്പം ഇങ്ങനെ നോർമലൈസ്ഡ് വാല്യൂ ആയതുകൊണ്ട് കമ്പ്യൂട്ടർ സിമുലേഷൻസ് ഒക്കെ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. വാല്യൂവിന് ഒരെണ്ണം സ്റ്റോർ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. സോ ഇറ്റ് നോർമലൈസസ് ദ വാല്യൂ ഓഫ് ദ സിസ്റ്റം വിച്ച് മേക്സ് ഇറ്റ് ഐഡിയൽ ഫോർ കമ്പ്യൂട്ടർ സിമുലേഷൻസ്. പിന്നെ ഇത്രയാണ് മെയിനായിട്ടുള്ള 5 പോയിൻറ്റ്സ് പറയുകയാണ്. ഇത് കൂടാതെ പിന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോ മെഷീൻ ഡീറ്റെയിൽസ്, മെഷീൻ്റെ ഇമ്പിഡൻസസ്, റിയാക്ടൻസസ് ഇതൊക്കെ പെർ യൂണിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഒരേ പാറ്റേണിൽ വരുന്ന പോലെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തെങ്കിലും അതിനകത്തൊരു പാരാമീറ്റർ വേരിയേഷൻ ഉണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ പറയുന്നത്. ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ റൊട്ടേറ്റിംഗ് ഇലക്ട്രിക്കൽ മെഷീൻസ് ആൻഡ് ദ ട്രാൻസ്ഫോമേഴ്സ് ലൈസ് റഫ്ലി ഇൻ എ സെയിം റേഞ്ച് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് ഇർറെസ്പെക്റ്റീവ് ഓഫ് ദെയർ റേറ്റിംഗ്സ്.
ഇഫ് എക്സ്പ്രസ്ഡ് ഇൻ പെർ യൂണിറ്റ് സിസ്റ്റം. സോ അതുകൊണ്ട് കാൽക്കുലേഷൻസ് എളുപ്പമായി. ഈ വാല്യൂസ് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ ഒക്കെ, ഇപ്പോൾ ഒരു മെഷീൻ കംപ്ലൈൻ്റ് ആയി അതിൻ്റെ ഇമ്പിഡൻസ് മെഷർ ചെയ്യുമ്പോഴും ഒക്കെ നമുക്കറിയാം അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ, ഷോർട്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ബ്രേക്ക് ആയിട്ടുണ്ടോ, എന്താ അതിൻ്റെ ചിലപ്പോൾ ടേൺസ് ഒക്കെ തമ്മിൽ ഷോർട്ടായിട്ട് ബേൺ ആയിട്ടിരിക്കുമ്പോൾ ഇമ്പിഡൻസ് വാല്യൂസ് വേരി ചെയ്യും. ഇപ്പോൾ ആ വാല്യൂ വേരിയേഷൻ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എക്സ്പേർട്സിന് മനസ്സിലാവും ഓക്കെ ഇവിടെ ഇങ്ങനൊരു പ്രശ്നങ്ങൾ ഉണ്ട്. പിന്നെ വേറൊരു ഗുണം കൂടെ ഉണ്ട്. എന്താ ഇത് അനലിസ്റ്റിന് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇറ്റ് റിലീവ്സ് ദ അനലിസ്റ്റ് ടു റെഫർ ടു ദ സർക്യൂട്ട് ക്വാണ്ടിറ്റീസ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ 300 വോൾട്ട്, അയ്യോ ഈ 300 വോൾട്ട് മെഷർ ചെയ്തത് ഏത് സിസ്റ്റത്തിലാണെന്ന് നോക്കേണ്ടി വരും. അയ്യോ 230 വോൾട്ട് സൈഡിലായിരുന്നോ അതോ ഞാൻ 400 വോൾട്ട് സൈഡിലാണോ, അങ്ങനെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈ പെർ യൂണിറ്റിലാകുമ്പോൾ 0.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബേസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത് വാല്യൂ റേറ്റഡ് ആയിട്ടില്ല എന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ഇത്രയും കാര്യങ്ങളാണ് എന്താ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് പെർ യൂണിറ്റ് സിസ്റ്റം. കണ്ടോ? സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദ വാല്യുബിൾ റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഇൻഫർമേഷൻ. Second point, so the calculations will be simplified. Calculations are also simplified because it eliminates the partition of the transformer. It also helps to easily spot the erroneous values. The normalized values helps in computer simulation. The parameters of all the rotating machines and transformers lie in the same numerical values irrespective of the rating. It helps the analyst or it relieves the analyst the need to refer the circuit quantities to one or other side of the transformers, which makes their calculations very easy. So ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓർത്തോണം, പഠിച്ചോണം. കേട്ടല്ലോ? അഡ്വാൻറ്റേജസ് ഓഫ് പെർ യൂണിറ്റ് സിസ്റ്റം. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താ, എങ്ങനെയാണ് ഇതിൻ്റെ ബേസ് കൺവേർട്ട് ചെയ്യുന്നതെന്ന്. അതായത് ഇപ്പം 11 ആദ്യം ജനറേറ്റ് ചെയ്യുന്ന ജനറേറ്റർ 11 kV, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ബേസ് വോൾട്ടേജ് 11 kV ആയിട്ട് എടുക്കും. പിന്നെ ഇതിനെ നമ്മൾ ഇത് ട്രാൻസ്ഫോമർ വെച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക. ഞാൻ ഇപ്പോൾ 220യിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ 220 kVയിലേക്ക് ഞാൻ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, എൻ്റെ ബേസ് വോൾട്ടേജ് ചേഞ്ച് ചെയ്തു. അപ്പം ഈ ബേസ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇമ്പിഡൻസും ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്, അത് ഏറ്റവും എളുപ്പമെന്ന് മനസ്സിലാവുന്ന ഒരു ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ, അത് ട്രാൻസ്ഫോമറിൻ്റെ ഒരു സൈഡ് ലോ വോൾട്ടേജ് ഒരു സൈഡ് ഹൈ വോൾട്ടേജും അല്ലേ, അപ്പോൾ എങ്ങനെ ചെയ്യുമെന്നുള്ള. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഓഫ് ബേസിനകത്ത് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ലോ വോൾട്ടേജ് സൈഡിലാണ് ചെക്ക് ചെയ്തത്. അപ്പോൾ ലോ വോൾട്ടേജ് സൈഡിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗിവൺ വാല്യൂ 11 kV. അപ്പോൾ ഇസഡ് ബേസ് എന്ന് പറഞ്ഞാൽ 11 kV ആണ്. അതെങ്ങനെയാണ് എനിക്ക് കിട്ടിയത്, ഇസഡ് ബേസ് ഇസഡ് ബേസ് എന്ന് പറഞ്ഞാൽ 11 kV അല്ല, ഇസഡ് ബേസ് കണ്ടുപിടിക്കണം എനിക്ക്. ഇസഡ് ബേസ് എങ്ങനെയാണ് കിട്ടുക, KVB², 11 kVയുടെ സൈഡാണ്, 11² ഡിവൈഡഡ് ബൈ 100 MVA എന്ന് വെച്ചോ. 11² ഡിവൈഡഡ് ബൈ 100 MVA ചെയ്യുമ്പോൾ എനിക്ക് ഇസഡ് ബേസ് കിട്ടും. അതേതാ, 11 kV സൈഡിലാണ്. പക്ഷേ 220 kV വരുമ്പോൾ ഈ ഇസഡ് ബേസ് ആയിരിക്കില്ലല്ലോ, 220യിലെ ഇസഡ് ബേസ് അല്ലേ. അപ്പോൾ ഇസഡ് ബേസ് അറ്റ് ദ ന്യൂ കേസ്, അതായത് 220 kVയിൽ കേസ് 2, ഇത് 220 kVയിലാണ്. അപ്പം ഇസഡ് ബേസ് ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ, 220² ഡിവൈഡഡ് ബൈ ബേസ് പവർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവേ, അപ്പോൾ 100, 220² ബൈ 100. ഓക്കെ, അപ്പം ട്രാൻസ്ഫോമറിൻ്റെ ബേസ് വാല്യൂസ്, പെർ യൂണിറ്റ് വാല്യൂ അല്ല, ബേസ് വാല്യൂസ് വോൾട്ടേജ് അനുസരിച്ച് ബേസ് മാറും. ഓക്കെ, അത് മനസ്സിലായോ? അപ്പോൾ ബേസ് വാല്യൂസ് വോൾട്ടേജ് അനുസരിച്ച് ബേസ് വാല്യൂസ് മാറും കേട്ടോ. അപ്പം നമുക്കിനിയിപ്പം നമ്മളിപ്പോൾ 2 കേസിലെയും ബേസിൻ്റെ ഇക്വേഷൻ എഴുതി. ഓക്കെ, പെർ യൂണിറ്റ് വാല്യൂ, ബേസ് വാല്യൂ മാറിയാൽ പെർ യൂണിറ്റ് വാല്യൂം ചേഞ്ച് ചെയ്യുമല്ലോ അല്ലേ. പക്ഷേ ആക്ച്വൽ വാല്യൂ ചേഞ്ച് ചെയ്യുമോ? ആ ട്രാൻസ്ഫോമറിനെ ഞാൻ 11 kV സൈഡിൽ നിന്ന് മെഷർ ചെയ്ത് നോക്കിയാലും അതിൻ്റെ ഇമ്പിഡൻസ് കിട്ടും, 220 kV സൈഡിൽ നിന്ന് മെഷർ ചെയ്താലും ഇമ്പിഡൻസ് കിട്ടും. അല്ലെ നിങ്ങൾ അതൊന്നും നോക്കണ്ട. ഒരു റെസിസ്റ്റർ, ഞാൻ ആ ട്രാൻസ്ഫോമറിന് മുമ്പ് വെച്ച റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയായിരുന്നു, 1 kilo ohm ആയിരുന്നു. ട്രാൻസ്ഫോമർ കഴിഞ്ഞിട്ട് ഞാൻ ആ റെസിസ്റ്റൻസ് എടുത്ത് വെച്ചാലും അതിൻ്റെ ആക്ച്വൽ ഇമ്പിഡൻസ് മാറുമോ? 220യിൽ വെച്ചെന്ന് പറഞ്ഞില്ല, അതിൻ്റെ ഇമ്പിഡൻസ് എന്താ, ആ 1 kilo ohm തന്നെയായിരിക്കും.
ഓക്കെ, അതായത് ഏത് കേസ് എടുത്താലും ഏത് ബേസ് വോൾട്ടേജ് എടുത്താലും ആക്ച്വൽ വാല്യൂ ഓഫ് ഇമ്പിഡൻസ് എപ്പോഴും സെയിം ആയിരിക്കണം. അങ്ങനെയാണ് എനിക്ക് ഇക്വേഷൻ തിരിച്ചെഴുതത്തില്ലേ. എങ്ങനെയാണ് ഇക്വേഷൻ തിരിച്ചെഴുതുക? ആക്ച്വൽ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഇമ്പിഡൻസ് ബൈ ബേസ് ഇമ്പിഡൻസ് ആണ്. അങ്ങനെയാണല്ലോ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് വാല്യൂ ഇൻറ്റു ബേസ് വാല്യൂ, അങ്ങനെ എഴുതത്തില്ലേ? ഇസഡ് പെർ യൂണിറ്റ് ഇൻറ്റു ഇസഡ് ബേസ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഞാനിപ്പോൾ എടുക്കുവാണെങ്കിൽ എന്താ 11 kV സൈഡിൽ 11 kV സൈഡിൽ ഞാൻ ആ 1 kilo എന്താ റെസിസ്റ്റർ കൊണ്ട് വെച്ചാലും എന്താ അവിടുത്തെ ഇസഡ് പെർ യൂണിറ്റ് അറ്റ് 11 kV ഇൻറ്റു ഇസഡ് ബേസ് എന്ന് പറഞ്ഞാൽ 11 kVയിലുള്ള ഇസഡ് ബേസ്, ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് ആക്ച്വൽ വാല്യൂ കിട്ടും. ഇതേ വാല്യൂ ആയിരിക്കും എനിക്ക് എന്ത് 220 kVയിലേക്ക് ആ റെസിസ്റ്റർ ഞാൻ കൊണ്ട് വെച്ചാലും എനിക്ക് കിട്ടുന്നത്. അതാണ് ഇസഡ് പെർ യൂണിറ്റ് 220 ഇൻറ്റു ഇസഡ് ബേസ് അറ്റ് 220. പറഞ്ഞ മനസ്സിലായോ? ഞാനപ്പോൾ ഒരു കമ്പോണൻ്റ് നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ പറഞ്ഞാണ് കേട്ടോ. ആ ഒരു റെസിസ്റ്റർ ഞാൻ വെച്ചു, ട്രാൻസ്ഫോമറിന് മുമ്പ് ഒരു റെസിസ്റ്റർ വെച്ച് 11 kV സൈഡിൽ. അപ്പോൾ ആ റെസിസ്റ്റർ 1 kilo ohm ആണ്. അതേ റെസിസ്റ്റർ ഞാൻ 220 kV വെച്ചാലും ഞാൻ സർക്യൂട്ട് സോൾവ് ചെയ്യുമ്പോൾ അത് 1 kilo ohm തന്നെ ആയിരിക്കണ്ടേ ആക്ച്വൽ ഇമ്പിഡൻസ്. അപ്പോൾ ആക്ച്വൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് വാല്യൂ ഇൻറ്റു ബേസ് വാല്യൂ ആണ്. അപ്പോൾ 11 kV സൈഡിലാകുമ്പോഴോ 11 kVയിലെ പെർ യൂണിറ്റ് വാല്യൂ ഇൻറ്റു 11 kVയിലെ ബേസ് വാല്യൂ കണ്ടുപിടിക്കണം. ബേസ് വാല്യൂവിൻ്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ, KVB² ഡിവൈഡഡ് ബൈ MVAB എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 220 kVയിലെ ഞാൻ എടുക്കുവാണെങ്കിലും 220 kVയിലെ പെർ യൂണിറ്റ് വാല്യൂ ഇൻറ്റു 220 kVയിലെ ബേസ് ഇമ്പിഡൻസ്. 220 kVയിലെ ബേസ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ KVB² 220² ഡിവൈഡഡ് ബൈ 100 MVA ആണെങ്കിൽ 100 MVAB. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വേറ്റ് ചെയ്യുമ്പോൾ സെയിം ആയിരിക്കും, കാരണം ആക്ച്വൽ ഇമ്പിഡൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവരെ രണ്ടുപേരെയും കൂടി ഇക്വേറ്റ് ചെയ്യത്തില്ലേ? അതാണ് ഞാൻ ഈ ചെയ്തത്. ഇവരെ രണ്ടുപേരെയും കൂടെ ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഇസഡ് ബേസിന് ഞാൻ ആ പറഞ്ഞ KVB² ബൈ MVAB എന്നുള്ള ഇക്വേഷൻ ഇട്ട് കൊടുത്തു. ഇവിടെയും KVB² ഡിവൈഡഡ് ബൈ MVAB എന്നുള്ള ഇക്വേഷൻ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താ, ഇസഡ് പെർ യൂണിറ്റ് ഗിവൺ ഇൻറ്റു KVB² ഗിവൺ ഡിവൈഡഡ് ബൈ SB is equal to Z per unit nu into KVB² nu divided by MVAB nu. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് എന്നാ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് ഓൾറെഡി അറിയാവുന്ന തന്നെ ആയിരിക്കും. ഒരു സൈഡിലെ നമ്മൾ കണ്ടുപിടിച്ചിട്ടല്ലേ അടുത്ത സൈഡിലേക്ക് പോകുന്നത്. ഇപ്പം ജനറേറ്റർ ഞാൻ പറഞ്ഞു, ആദ്യം ബേസ് MVA സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ ജനറേറ്ററിൻ്റെ വാല്യൂ സെലക്ട് ചെയ്തു, ജനറേറ്ററിൻ്റെ സൈഡിൽ നിന്നുള്ള ബേസ് വോൾട്ടേജ് സെലക്ട് ചെയ്ത് ആ ബേസ് വോൾട്ടേജ് വെച്ച് നമ്മൾ ഈ സെറ്റ് ബേസ് ഒക്കെ കണ്ടുപിടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ട്രാൻസ്ഫോമറിൻ്റെ 11 kV സൈഡ് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫോമർ 220 kVയിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? 220 kVയിലെ എന്താ അങ്ങോട്ട് കണക്ട് ചെയ്ത ട്രാൻസ്മിഷൻ ലൈനോ അല്ലെ മുമ്പേ കണക്ട് ചെയ്ത 1 kilo ohm റെസിസ്റ്ററോ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അത് ഇപ്പോൾ ബേസൊക്കെ മാറിയില്ലേ, അപ്പോൾ പുതിയ പെർ യൂണിറ്റിലേക്ക് മാറ്റണ്ടേ? അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതാണ് ഇസഡ് പെർ യൂണിറ്റ് ന്യൂ. അപ്പോൾ പഴയത് നമ്മുടെ കയ്യിലുണ്ട്, ഇത് നമ്മുടെ കയ്യിലുണ്ട്, KVBയും SBയും അറിയാം, ഇതും രണ്ടും അറിയാം. അപ്പോൾ നമുക്ക് അറിയാത്തത് എന്താ? ട്രാൻസ്ഫോം ചെയ്ത് ബേസ് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പെർ യൂണിറ്റ് വാല്യൂ ആണ് എന്ത് നമുക്ക് അറിയാത്തത്. ഓക്കെ, ബേസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പെർ യൂണിറ്റ് വാല്യൂ ആണ് നമുക്ക് അറിയാത്തത്. അപ്പം നമുക്ക് എങ്ങനെ ഇക്വേഷൻ മാറ്റി എഴുതാം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇസഡ് പെർ യൂണിറ്റ് ന്യൂ. ഇസഡ് പെർ യൂണിറ്റ് ന്യൂ ഇസ് ഈക്വൽ ടു എന്താ? ഇസഡ് പെർ യൂണിറ്റ് ന്യൂ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഇസഡ് പെർ യൂണിറ്റ് ന്യൂ ഇസ് ഈക്വൽ ടു ഇസഡ് പെർ യൂണിറ്റ് ഗിവൺ ഇൻറ്റു KVB² ഗിവൺ. ഇത് താഴോട്ട് വരത്തില്ലേ? അപ്പോൾ എന്താ? KVB² ന്യൂ ഇൻറ്റു MVAB ന്യൂ ഡിവൈഡഡ് ബൈ, അതായത് ഈ SB ന്യൂ ഇവിടെ വരും, ഡിവൈഡഡ് ബൈ SB ഗിവൺ. അപ്പോൾ ഇങ്ങനെ ഈ ഗിവൺ ന്യൂ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി പാടായതുകൊണ്ട് നമ്മുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ ന്യൂ ഓൾഡ് എന്ന് പറഞ്ഞാൽ ഓൾഡ് വാല്യൂ ന്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ തരുന്നത്. അപ്പോൾ ഇസഡ് പെർ യൂണിറ്റ് ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഇസഡ് പെർ യൂണിറ്റ് ഇൻറ്റു ഇവിടെ ഓൾഡ് അല്ലേ, അപ്പോൾ KVB² ഓൾഡ് ഡിവൈഡഡ് ബൈ KVB² ന്യൂ. ഇനി MVAB ന്യൂ ഡിവൈഡഡ് ബൈ MVAB ഓൾഡ്. ഇത് തിരിഞ്ഞു പോലെ കേട്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോലെ.
ഇസഡ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് പെർ യൂണിറ്റ് ന്യൂ എന്ന് പറഞ്ഞാൽ ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു കെ വി ബി സ്ക്വയർ ഓൾഡ് ഡിവൈഡഡ് ബൈ കെ വി ബി സ്ക്വയർ ന്യൂ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് വരുമ്പം അപ്പോൾ എന്താ എം വി എ ബി ന്യൂ ഡിവൈഡഡ് ബൈ എം വി എ ബി ഓൾഡ്. ഇതാണ് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ബാക്കി അങ്ങോട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് തെറ്റിപ്പോയാൽ ആ 10 മാർക്കിൻ്റെ പ്രോബ്ലം മുഴുവൻ തെറ്റിപ്പോവും. അപ്പോൾ ഇത് പഠിച്ചിരിക്കണം, മസ്റ്റായിട്ടും കാണാതെ പഠിച്ചിരിക്കണം. അപ്പം പുതിയ ബേസ് കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ബേസ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇസഡ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു കെ വി ബി സ്ക്വയർ ഓൾഡ് ഡിവൈഡഡ് ബൈ കെ വി ബി സ്ക്വയർ ന്യൂ ഇൻറ്റു എം വി എ ബി ന്യൂ ഡിവൈഡഡ് ബൈ എം വി എ ബി ഓൾഡ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യുന്നതെന്ന്, ഓക്കെ, എങ്ങനെ ഇത് ഒരു പ്രൊസീജിയറാണ് പറഞ്ഞു തരുന്നത്, ഹൗ ടു ഡു. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ഉണ്ട്. ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പറയാം. ആദ്യം നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ ആദ്യം ബേസ് എം വി എ സെലക്ട് ചെയ്യും, അതായത് എസ് ബി ആ സിസ്റ്റത്തിൻ്റെ ബേസ് എം വി എ ഒന്നിലെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും, അല്ലെങ്കിൽ 100 ആയിട്ട് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ അല്ല ജനറേറ്ററിൻ്റെ എടുക്കുക, ജനറേറ്ററിൻ്റെ വോൾട്ടേജ് എടുക്കുക. ഒന്നിൽ കൂടുതൽ ജനറേറ്റർ ഉണ്ട് എപ്പോഴും 100 MV അസ്യൂം ബേസ് ആസ് 100 MV എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്വസ്റ്റ്യനിൽ തരും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ടേക്ക് ദ ബേസ് പവർ, ബേസ് MV അസ്യൂം ചെയ്യും. സെക്കൻഡ് എന്താ? ബേസ് KV. അത് ബേസ് KV ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ എടുക്കും. ഇപ്പം ചിലപ്പോൾ പറയും ലോഡിൻ്റെ അവിടെ ബേസ് KV എടുക്കാൻ പറയും, അങ്ങനെയാണ് ലോഡിൻ്റെ എടുക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ല, നമ്മൾ ജനറേറ്റർ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ബേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫോമറിനനുസരിച്ചാണ് കേട്ടോ. ലോ വോൾട്ടേജ് ആണെങ്കിൽ ആ ട്രാൻസ്ഫോമറിൻ്റെ ലോ വോൾട്ടേജ് ബേസ് ആയിട്ട് എടുക്കണം. അതായത് പെർ യൂണിറ്റ് വാല്യൂവിന് ഏത് ട്രാൻസ്ഫോമറിന് വ്യത്യാസം ഇല്ലെങ്കിലും, ട്രാൻസ്ഫോമറിൻ്റെ ഏത് സൈഡാണെങ്കിലും പെർ യൂണിറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ല, പക്ഷേ ബേസ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യും, അത് ഓർത്തോണേ. പിന്നെ ബേസ് വോൾട്ടേജ് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ സിംഗിൾ ലൈൻ ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ ഒരു ഫേസാണ്, 3 ഫേസും സിമെട്രിക്കലാണെന്ന് പറഞ്ഞ് എടുത്തിട്ട് പിന്നെ ആ ഒരു ഫേസാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അത് അടുത്ത ലെസണിൽ പറഞ്ഞു തരാം അത്. അപ്പോൾ യൂഷ്വലി നമ്മൾ ലൈൻ ടു ന്യൂട്രൽ വാല്യൂസ് ആയിരിക്കും പറയുക. ഓക്കെ, അപ്പം ബേസ് പവർ കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേസ് വോൾട്ടേജ് കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ കറണ്ട് ഒന്നും അങ്ങനെ എപ്പോഴും കണ്ടുപിടിക്കാറില്ല, ലാസ്റ്റൊക്കെ വേണേ കണ്ടുപിടിച്ചാൽ മതി. പിന്നെ മെയിനായിട്ട് കണ്ടുപിടിക്കുന്നത് ബേസ് ഇമ്പിഡൻസാണ്. എങ്ങനെയാണ് ബേസ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുന്നത്? KVB² ഡിവൈഡഡ് ബൈ MVAB, മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് ബേസ് ഇമ്പിഡൻസ്, മൂന്നാമത്തെ. അപ്പോൾ എന്താ? KVB² ഡിവൈഡഡ് ബൈ MVAB. ഇനി കറണ്ട് കണ്ടുപിടിക്കണേ എന്നാ ചെയ്യണം? കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ വി ബേസ് ഡിവൈഡഡ് ബൈ ഇസഡ് ബേസ് കണ്ടുപിടിച്ചാൽ മതി, യു വിൽ ഗെറ്റ് കറണ്ട് ബേസ്. ഓക്കെ, വി ബേസ് ഡിവൈഡഡ് ബൈ ഇസഡ് ബേസ് കണ്ടുപിടിച്ചാൽ കറണ്ട് ബേസ് കിട്ടും. പിന്നെ നമ്മൾ ആക്ച്വൽ വാല്യൂസിൽ തന്നേക്കുന്നതിനെ എല്ലാം പെർ യൂണിറ്റിലേക്ക് അങ്ങ് കൺവേർട്ട് ചെയ്യണം. അതാണ് കൺവേർട്ട് ആക്ച്വൽ വാല്യൂസ് ഓഫ് ഓൾ പാരാമീറ്റേഴ്സ് ടു ദ പെർ യൂണിറ്റ്. മിക്ക ക്വസ്റ്റ്യനും എല്ലാം പെർ യൂണിറ്റിലാണ് തരുന്നത്. ഇനി അല്ലാണ്ട് പെർ യൂണിറ്റിലല്ലാതെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും എപ്പോഴാണെന്നറിയാമോ? നമ്മളുടെ ഒരു സിംഗിൾ ലൈൻ ഡയഗ്രം ഒക്കെ എടുത്ത് കഴിയുമ്പോഴേ മിക്കവാറും ആ ട്രാൻസ്മിഷൻ ലൈനൊക്കെ J60 അങ്ങനെയൊക്കെ പറഞ്ഞ് 50 ohm 60 ohm എന്നൊക്കെ പറഞ്ഞേ തരത്തുള്ളൂ. ആ ട്രാൻസ്മിഷൻ ലൈൻ്റെ ഇമ്പിഡൻസ് ഒന്നും പെർ യൂണിറ്റിൽ തരത്തില്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ബേസ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആക്ച്വൽ ബൈ ബേസ് കണ്ടുപിടിച്ചിട്ടാണ് പെർ യൂണിറ്റിലേക്ക് എടുക്കുക. ചിലപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ ഒക്കെ റേറ്റിംഗ് തരുമ്പോഴും അതുപോലെ തന്നെ ആക്റ്റീവ് പവർ റിയാക്റ്റീവ് പവർ ഒക്കെ തരും, അപ്പോഴും നമ്മൾ പെർ യൂണിറ്റിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പം ആക്ച്വൽ വാല്യൂസ് തന്നിട്ടുള്ളതെല്ലാം പെർ യൂണിറ്റിലേക്ക് ആക്കിയിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തു പോകും. അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്ഫോമർ വരുന്നതനുസരിച്ച് വോൾട്ടേജ് ബേസ് മാറ്റി മാറ്റി കൊടുത്ത് നമ്മൾ പ്രോബ്ലം ചെയ്ത് പോവുക. അത്രയേ ഉള്ളൂ കാര്യം, ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കാണുമ്പോഴത്തേക്കും ഒത്തിരി സ്റ്റെപ്പൊക്കെ എഴുതിയിട്ട് ഇത് എന്താണെന്നൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഇത് സിമ്പിളാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസ് പവർ എടുക്കുക, രണ്ടാമത് ബേസ് വോൾട്ടേജ് എടുക്കുക, ബേസ് ഇമ്പിഡൻസ് ബേസ് കറണ്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് പിന്നെ ആക്ച്വൽ വാല്യൂ തന്നിട്ടുള്ളെങ്കിൽ പെർ യൂണിറ്റിലാക്കുക. അല്ലെങ്കിൽ എന്താ പ്രോബ്ലം ചെയ്ത് പോവുക. ഓക്കെ, ഇനി പ്രോബ്ലം എങ്ങനെയാണ് ചോദിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഇനി അടുത്തടുത്ത മോഡ്യൂളുകളിൽ വരിക. ഇപ്പോൾ അടുത്ത ലെസണിൽ നമ്മൾ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചിട്ട് അതിനെ സോൾവ് ചെയ്യാനൊക്കെ പഠിക്കും, പിന്നെ ഫോൾട്ടൊക്കെ പഠിക്കും. അന്നേരം നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ സോൾവ് ചെയ്യേണ്ടത്. ഓരോ ആൽഗോരിതം അനുസരിച്ച് നമ്മളതിനെ സോൾവ്
സോൾവ് ചെയ്യും. ഓക്കെ, ഇനി ചിലപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പെർ യൂണിറ്റിൽ നമുക്ക് വാല്യൂ കിട്ടി, നമ്മളോട് ചോദിക്കും ആക്ച്വൽ വാല്യൂ എന്താണ്, ആക്ച്വൽ ഫോൾട്ട് കറണ്ട് എന്നാ അല്ലെ ആക്ച്വൽ ലോഡ് കറണ്ട് എന്നാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ബേസ് വാല്യൂ നമുക്കറിയാം, പെർ യൂണിറ്റ് വാല്യൂ അറിയാം, ബേസും പെർ യൂണിറ്റൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, അപ്പം നമുക്ക് ആക്ച്വൽ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രേ ഞാനിന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വളരെ സിമ്പിളാണ്, പേടിക്കാനൊന്നുമില്ല. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യും, പക്ഷെ അതിന് മുമ്പ് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കണം. ഈ ഇക്വേഷനൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ മെയിനായിട്ടും നമുക്ക് കോത്താരി റെഫർ ചെയ്യാം, ഹാദീസാദത്ത് ഉണ്ട്. ഹാദീസാദത്ത് വെച്ച് സിമുലേഷൻ അതിപ്പം നോക്കണ്ട. ഹാദീസാദത്ത് നാഗൂർക്കനിയുടെ ടെക്സ്റ്റ് ഉണ്ട്, CL വാദ്വയുടെ ടെക്സ്റ്റ് ഉണ്ട്. ഏതെടുത്താലും സിമ്പിളാണ് കേട്ടോ പഠിക്കാൻ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.